ഹലോ കൂട്ടുകാരെ, മാലയോഗം ഭാഗം 51. സകല മൂടും പോയല്ലോ, ഇവളിത്. അവൻ അരിശം വന്നു തിരിഞ്ഞു നിന്നതും ഉമ്മർ വാതിൽക്കൽ വന്നു നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു. അവനാ വിടർന്ന മിഴികളാൽ സുബ്ബലക്ഷ്മിയെ നോക്കിയതും അറിയാതെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിരുന്നു. അവളുടെ ആ നിൽപ്പ് അവനിൽ അമ്പരപ്പുണ്ടാക്കി. അമ്മയെ തനിച്ചാക്കിയെന്നും പറഞ്ഞ് ഇനി ആ കൊച്ചിൻ്റെ മെക്കെട്ട് കയറണ്ട, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടെന്നും പറഞ്ഞ് ഞാനാ അവളെ തിയേറ്ററിലേക്ക് വിട്ടത്. അതിൻ്റെ സ്വന്തം കാര്യങ്ങൾ നടന്നു പോവാനെങ്കിലും പൈസ വേണ്ടേ? നോക്കാൻ തുണയില്ലാത്തവരുടെ ദുഃഖം എൻ്റെ മോനെ എന്തായാലും മനസ്സിലാകില്ല. നോക്കാൻ ആണൊരുത്തനുണ്ടായിട്ടും ആ കുട്ടിയുടെ ഗതി കണ്ടില്ലേ? സുബ്ബലക്ഷ്മി അവന് കേൾക്കാൻ പാകത്തിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതും മുഖത്ത് നിഷ്കളങ്കമായ ചിരിയോടെ വരുന്നവളെ കണ്ടതും സുബ്ബലക്ഷ്മി പറച്ചിൽ നിർത്തി. ഒരു ചോദ്യചിഹ്നമായി തനിക്ക് മുമ്പിൽ ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കൺപോളകൾ പിടഞ്ഞു. നേരാണ് അമ്മ പറഞ്ഞത്, തിയേറ്ററിലെ ജോലി മാത്രമായിരുന്നു ഉണ്ണിമായയുടെ ആകെയുള്ള ആശ്രയം. വിവാഹത്തോടെ ആ ജോലി നിർത്തിയപ്പോൾ അതും അടഞ്ഞു. നിമിഷയുടെ കൂടെയായിരുന്നെങ്കിൽ കുറച്ചൊക്കെ പൈസ അവളും കൊടുക്കുമായിരുന്നു. കാശിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് തിരക്കാൻ തോന്നാത്ത തൻ്റെ പൊട്ട ബുദ്ധിയെ ഓർത്തവന് സ്വയം വെറുപ്പ് തോന്നി. സാറെപ്പോൾ വന്നു? ഞാൻ കുടിക്കാൻ ചായ എടുക്കാം, പരവേശത്തോടെ പറഞ്ഞു അവൾ അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണിമായ, ഉച്ചത്തിൽ സുബ്ബലക്ഷ്മി വിളിച്ചതും ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. അവരുടെ ചുവന്ന് ശോഭിച്ച ആ മുഖം കണ്ടതും വഴക്ക് ഉറപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി. ചായ വേണ്ടവർ തനിയെ ഉണ്ടാക്കി കുടിച്ചോളും, ഇവിടെ ആരുടെയും കൈ തളർന്നിട്ടൊന്നുമില്ല. വൃത്തിയില്ലാതെ അടുക്കളയിൽ കയറുന്നത് എനിക്കിഷ്ടമില്ല ഉണ്ണിമായ. പറയുന്നത് ഉണ്ണിമായയുടെ ആണെങ്കിലും രൂക്ഷമായി നോക്കുന്നത് വിഘ്നേഷിനെയായിരുന്നു. പോയി കുളിക്ക്. അവൾ അനുസരണയോടെ തലയാട്ടി വിഘ്നേഷിനെ ഒരു വട്ടം കൂടി നോക്കി മുകളിലേക്ക് കയറിപ്പോയി. അമ്മ അങ്ങനെ അവസരത്തിൽ പെരുമാറൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വിഘ്നേഷിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും ഉണ്ണിമായുടെ വാടിയ മുഖം അവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. ആദ്യമായി അവളുടെ മനസ്സ് കാണാൻ, ആ നോവറിയാൻ അവന് കഴിഞ്ഞു. അത്താഴം കഴിച്ചു കൊണ്ടിരിക്കുന്ന സുബ്ബലക്ഷ്മിയുടെ അരികിലേക്ക് അവൾ കടലക്കറിയും കൊണ്ട് ചെന്നു. ഈ കറി ഒഴിക്കട്ടെ അമ്മ, ഇത് ഞാനിപ്പോൾ വെച്ചതാ. അവൾ കറി അല്പം തവിയിലെടുത്ത് കൊണ്ട് ചോദിച്ചു. വേണ്ട, അമ്മയ്ക്ക് ഈ സാമ്പാർ തന്നെ ധാരാളം. അവർ കൈകൊണ്ട് ആ തവി തടഞ്ഞു. അയ്യോ, സാമ്പാർ രാവിലത്തെ അല്ലേ അമ്മ? ഇരിക്കും തോറും സാമ്പാറിൻ്റെ രുചി കൂടും, തെരിയാതാ? കണ്ണു മിഴിച്ചു അവരെ തന്നെ നോക്കി നിന്നവളെ കണ്ടതും സുബ്ബലക്ഷ്മി ഉറക്കെ ചിരിച്ചു. കഴിച്ചു കഴിഞ്ഞ് സുബ്ബലക്ഷ്മി എഴുന്നേറ്റ് പോയതും ഉണ്ണിമായ അവരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകാനായി പെറുക്കിയെടുത്തു. തൂവിപ്പോയ കറിയും മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങളും തുണി വെച്ച് തുടച്ചെടുത്തു. കൈ കഴുകി വന്ന സുബ്ബലക്ഷ്മി അവളുടെ പ്രവൃത്തികളെ അലിവോടെ നോക്കി നിന്നു. നേരത്തെ അമ്മ വഴക്ക് പറഞ്ഞതിന് എൻ്റെ മോൾക്ക് വിഷമമായോ? അവൾക്കരികിൽ വന്നു നിന്നു. അവരങ്ങനെ പറഞ്ഞതും അവൾ പൊടുന്നനെ തിരിഞ്ഞു നിന്നു വാത്സല്യം തുളുമ്പുന്ന ആ മിഴികളിലേക്ക് നോക്കി. എന്തിന്? എൻ്റെ അമ്മയും എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ, ചിലപ്പോൾ തലക്ക് നല്ല വീക്കും തരാറുണ്ടായിരുന്നു. ഈ അമ്മ അങ്ങനെയാണോ? ഒരു ചിരിയോടെയാണ് പറയുന്നതെങ്കിലും ഉണ്ണിമായുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഭാമിനിയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിനെ നോവിച്ചു. സുബ്ബലക്ഷ്മി അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് നെറുകയിൽ ഉമ്മ വെച്ച് അവരുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഭക്ഷണം കഴിക്കാൻ വിഘ്നേഷ് വന്നപ്പോഴേക്കും സുബ്ബലക്ഷ്മി കഴിച്ച് കിടന്നിരുന്നു. ചപ്പാത്തിയും കറിയും തൻ്റെ അരികിലേക്ക് വെച്ച് തരുന്നവളോട് സംസാരിക്കാൻ ഒരു വിഷയത്തിനായി അവൻ്റെ മനസ്സ് പരതി. ഉണ്ണിമായ്ക്ക് കാശ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ചപ്പാത്തി പിച്ചിയെടുത്ത് കറിയിൽ മുക്കി വളരെ ഭംഗിയായി കഴിക്കുന്നവനെ നോക്കുന്നതിനിടയിൽ മുഖത്തേക്ക് നോക്കാതെയുള്ള അവൻ്റെ ആ പറച്ചിലിൽ ഉണ്ണിമായ ഒന്ന് ഞെട്ടി. തിയേറ്ററിലേക്ക് ഇറങ്ങാൻ നേരെ ഇന്ന് അമ്മ കുറച്ച് പൈസ തന്നിട്ടുണ്ട്, തൽക്കാലം ബസ്സിന് പോകാൻ അത് മതി. അവൾ അത് പറഞ്ഞതും അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ തിയേറ്ററിലെ വിശേഷങ്ങൾ കൂടെ അവൻ ചോദിച്ചു. അവിടുത്തെ കാര്യങ്ങൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തനിക്ക് വിശദീകരിച്ചു തരുന്നത് അവനറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും മുഖത്ത് അതിശയം അഭിനയിച്ചു അവൻ കേട്ടിരുന്നു.
ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം കിട്ടാതെ വിഘ്നേഷ് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അടച്ചിട്ട മുറിയുടെ കുറ്റി തുറന്ന് ഹാളിൽ ചെന്ന് ഗോവണിപ്പിടിയിൽ പിടിച്ച പാടെ താഴേക്ക് എത്തി നോക്കിയതും അടുക്കളയിൽ നിന്ന് ഉണ്ണിമായ പാത്രം കഴുകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അവൾ മുകളിലേക്ക് വരുന്നതും നോക്കി വിഘ്നേഷ് ബെഡിൽ കയറിയിരുന്നു. അവൾ വരാനുള്ള സമയം അടുക്കും തോറും വിഘ്നേഷിന് ആദിയേറി. നെഞ്ചം പെടപെടാന്ന് മിടിക്കാൻ തുടങ്ങി. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനെയും ചുമരിൽ പതിപ്പിച്ച AC-യും നോക്കി വിഘ്നേഷ് മുഖം തുടച്ചു. കുറച്ച് കഴിഞ്ഞതും താഴെ കുളിമുറിയിൽ നിന്നും കുളിച്ചു മുടി തോർത്തിയ ആ തോർത്ത് അതേപാടെ തലയിൽ ചുറ്റിവെച്ച് കയ്യിൽ ഒരു ഗ്ലാസ് ജഗ്ഗും അതിൽ നിറയെ വെള്ളവുമായി ഉണ്ണിമായ ഗോവണി കയറി വന്നു അവൻ്റെ മുറിയിലെത്തി. വെള്ളം. അവനെയൊന്ന് നോക്കി പുഞ്ചിരിച്ചു അവൾ. ആ ജഗ് ആ മുറിയുടെ മൂലയിൽ ഇരിക്കുന്ന മേശപ്പുറത്ത് വെച്ച് തിരിഞ്ഞു നടന്നു. അവളെ കണ്ട് പറയാനുള്ളതൊക്കെ മനസ്സിൽ തയ്യാറാക്കി വെച്ചെങ്കിലും കൺമുന്നിൽ പുഞ്ചിരിയോടെ അവൾ വന്നതും വിഘ്നേഷ് ആകെ വിളറിപ്പോയി. കുറച്ചു മുമ്പ് തൻ്റെ അരികിലിരുന്ന് സംസാരിച്ചവളോട് ഇപ്പോൾ ഈ കാര്യം പറയാൻ എന്തിനീ പരിഭ്രമമെന്ന് അവൻ ഓർത്തു. ഉണ്ണിമായ മുൻപത്തേക്കാൾ ഏറെ മാറിയിരിക്കുന്നു. മുൻപ് തന്നെ കണ്ടാൽ തലകുനിച്ചു മാറി നിന്നിരുന്നവൾ ഇന്ന് എന്ത് കാര്യവും തന്നോട് സംസാരിക്കുകയും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു പിടിവള്ളിയിൽ അവളോട് എന്തും പറയാം, ചോദിക്കാം എന്നൊക്കെയുള്ള ധൈര്യം അവൻ ആർജിച്ചെടുത്തു. മുറി കടന്ന് അവൾ ഇറങ്ങിയതും പിന്തിരിഞ്ഞു നിന്നവൾ ആ കതക് ചാരി. അതോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ ചാരി ആ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഉണ്ണിമായ അവളുടെ മുറിയിൽ കയറി കുറ്റിയിടുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. വിയർത്തൊലിച്ച കൈപ്പള്ളകൾ പരസ്പരം ഒന്നുരസി അവൻ നേരെ അവളുടെ മുറിയുടെ വാതിക്കൽ വന്നു നിന്നു. ഇനിയും ഭയന്നും മടിച്ചും നിന്നാൽ ജീവിതം എങ്ങും എത്തില്ല എന്ന ബോധത്തോടെ അവൻ ആ കതകിൽ തട്ടി. നിമിഷ നേരം കൊണ്ട് ആ കതക് തുറക്കപ്പെട്ടു. ഉണ്ണിമായ ഈ മുറിയിൽ കിടക്കേണ്ട. തുറന്ന കതകിൽ നിന്നും കൈയെടുക്കാതെ ശങ്കയോടെ അവനെ നോക്കി നിൽക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. വിഘ്നേഷ് ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിമായ അവനെ തന്നെ നോക്കി അതേ നിൽപ്പ് തുടർന്നു. ഈ മുറിയിലെ ഭയങ്കര ചൂടാണ്. താൻ ആ മുറിയിൽ കിടന്നോ? പറഞ്ഞൊപ്പിക്കുമ്പോഴും മരിച്ചു വീഴുമെന്ന അവസ്ഥയിലാണ് താനെന്ന് വിഘ്നേഷിന് തോന്നിപ്പോയി. ഇവിടെ ചൂടൊന്നും ഇല്ല സാർ. കതകിലേക്ക് ചാരി നിന്ന് ഉണ്ണിമായ നിസ്സാരമായി പറഞ്ഞു. പറഞ്ഞതനുസരിച്ചാൽ മതി. അവൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നതും ഉണ്ണിമായ ഞെട്ടി. വിഘ്നേഷ് മുഖം തിരിച്ചു അവൻ്റെ മുറിയിലേക്കൊന്ന് നോക്കി. അപ്പോൾ സാർ എവിടെ കിടക്കും? ഇവിടെ കിടക്കുമോ? ആ മുറിയിൽ നിന്നിറങ്ങി അവൾ ഭിത്തിയിൽ ചാരി നിന്നു. ഒന്ന് ആ മുറിയിൽ വന്ന് കിടക്കാൻ ഉണ്ണിമായ്ക്ക് എന്തൊക്കെ അറിയണം? അവളുടെ അരികിലേക്ക് അല്പം മാറി നിന്ന് മിഴികൾ നോക്കി തിരക്കിക്കൊണ്ട് വിഘ്നേഷ് ദ്രുതഗതിയിൽ അവൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. അനുസരണയുള്ള പട്ടിക്കുഞ്ഞിനെ പോലെ പുറകിലേക്കും മുമ്പിലേക്കും തിരിഞ്ഞു നോക്കി ഉണ്ണിമായെ നടന്നു. ഇനി എന്ത് അവളോട് പറയുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ വിഘ്നേഷിൻ്റെ മനം പിടയുന്നുണ്ടായിരുന്നു. ടോണി പഠിപ്പിച്ച പാഠങ്ങൾ മിഴികൾ അടച്ചവൻ ഓർത്തെടുത്തു. തൻ്റെ പിറകിൽ അന്തം വിട്ട് നിൽക്കുന്ന അവളെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ നോക്കുന്നേ? കിടന്നോ? പരുങ്ങി നിൽക്കുന്നവളെ അനുസരിപ്പിക്കാൻ എളുപ്പമാണെന്ന തോന്നൽ അവനിൽ കൂടുതൽ ആത്മവിശ്വാസം മുളപ്പിച്ചു. കിടക്കുന്നത് എവിടെയാണെന്ന ചിന്തയാണ് ആ നിൽക്കുന്നവളിലെന്ന് വിഘ്നേഷിന് അറിയാമായിരുന്നിട്ടും അവനൊന്നും ചോദിക്കാതെ ബെഡിലിരുന്നു. കിടക്കുമ്പോളേ ആ ലൈറ്റ് അണക്കണേ ഉണ്ണിമായ എന്ന് പറഞ്ഞ് അവൻ ആ ബെഡിലേക്ക് മലർന്നു കിടന്നു കാല് നീട്ടി. ഇരു കൈകൾ വയറിന് മുകളിൽ പിണച്ചു വെച്ച് അവൻ വിരൽ കൊണ്ട് താളം പിടിച്ചു. വിഘ്നേഷിൻ്റെ മറുവശം വന്നു കിടക്കാൻ തൻ്റെ മനസ്സ് ഒരിക്കലും പാകപ്പെട്ടില്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിന്ന് വിറച്ചു. പക്ഷെ ഇത്ര പെട്ടെന്ന് വിഘ്നേഷിൽ വന്നൊരു മാറ്റം അതവളിൽ ഒരുപാട് സംശയങ്ങൾ ഉയർത്തി. എടോ, ആ വാതിലെങ്കിൽ അടക്ക്, AC ഇട്ടത് കണ്ടില്ലേ? അവൻ തല ഉയർത്തി അവളെ നോക്കി കതക് ചൂണ്ടി പറഞ്ഞു. ഉണ്ണിമായ കതകടച്ചു വന്നിട്ടേ വിഘ്നേഷ് തലയിണയിൽ വെച്ച് കിടന്നതുള്ളൂ. സാറേ, ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നോട്ടെ? ഇവിടെ എനിക്ക് ശരിയാവില്ല. ഷോളിൻ്റെ അറ്റം മുറുകെ പിടിച്ച് ഉണ്ണിമായ പിറകിലേക്ക് മാറി നിന്നു. ഇത്രയും നാളും അവിടെയല്ലേ കിടന്നത്? ഇനി മുതൽ ഇവിടെ കിടക്കാം. ആജ്ഞാപനം നിറഞ്ഞ വാക്കുകൾ പോലെ അവൾക്ക് നേരെ നോക്കി പറഞ്ഞു. വിഘ്നേഷ് മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. നിസ്സഹായതയോടെ ഉണ്ണിമായ ആ മുറി ഒന്നാകെ വീക്ഷിച്ചുകൊണ്ട്
വീണ്ടും വിഘ്നേഷിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവൻ കണ്ണുകൾ അടച്ചിരുന്നു. ലൈറ്റ് അണച്ചു ഗ്ലാസിൻ്റെ ജനൽപ്പാളിയിലൂടെ വരുന്ന അരണ്ട വെളിച്ചത്തിൽ അവൾ കട്ടിലിൻ്റെ മറുവശം വന്നിരുന്നു. അപ്പോഴും വിഘ്നേഷ് അനങ്ങാതെ കണ്ണടച്ച് ചെരിഞ്ഞ പാടെ കിടക്കുകയായിരുന്നു. ഭീതിയോടെ അവനെ ഒന്ന് നോക്കി ഉണ്ണിമായ അവനരികിൽ കിടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞതും അവൻ പതിയെ മിഴികൾ തുറന്നു. കാച്ചിയ എണ്ണയുടെ ഗന്ധമുള്ള അവളുടെ മുടിയിഴകൾ ഒരു വേള അവൻ്റെ കവിളുകളെ തലോടിപ്പോയത് ആ ഇരുട്ടിൽ അവൾ അറിഞ്ഞില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ, അതിലേറെ ആദിയോടെ ഇരുകൈകൾ നെഞ്ചോട് ചേർത്ത് ഉണ്ണിമായ ചുരുണ്ട് കിടന്നു. ഇന്ന് നേരം പുലരും വരെ കണ്ണടക്കാതെ കിടക്കുമെന്ന ഉറപ്പോടെ. മുഖത്ത് വന്ന് പതിച്ച അവളുടെ മുടിയിഴകൾ കൈകൊണ്ടെടുത്തു മാറ്റി വിഘ്നേഷ് അവളെ നോക്കി. എനിക്കറിയാം ഉണ്ണിമായ, ഞാൻ ചെയ്യുന്നത് നെറികേടാണെന്ന്. ചൊൽപ്പടിക്ക് നിർത്തി അനുസരിപ്പിച്ചല്ല ഒരു പെണ്ണിൻ്റെ സ്നേഹം പിടിച്ചു പറ്റേണ്ടത്. ഒരു നാൾ ഞാൻ നിന്നിലേക്ക് അടുക്കും. നീ എൻ്റേതാണെന്ന് നിൻ്റെ കാതിൽ പറയും. പക്ഷേ എനിക്കറിയില്ല നിൻ്റെ മനസ്സിലേക്ക് അടുക്കാൻ ഇനിയും എത്ര ദൂരം താണ്ടണമെന്ന്. അതുവരെ ഞാൻ മനസ്സിനെയും ഈ എന്നെയും പഠിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഉണ്ണിമായ, നീ എന്നോട് ക്ഷമിക്ക്. വിഘ്നേഷിൻ്റെ മിഴികൾ മനസ്സിനൊത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഏറെ ദൂരം ഡ്രൈവിംഗ് ചെയ്തതിൻ്റെ ക്ഷീണം ശരീരത്തെ തളർത്തുന്നുണ്ടായിരുന്നു. തൻ്റെ അരികിൽ ചുരുണ്ടു കിടക്കുന്ന ആ സാധു പെൺകുട്ടി ഉറങ്ങിയതറിയാതെ അവനും എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. ഗോൾഡൻ ബോർഡറിൽ കടുംകാപ്പി കസവ് സാരി ഉടുത്ത് കൊണ്ട കെട്ടിയ മുടിയിൽ നിറയെ പൂ ചൂടി ഉണ്ണിമായ അതിമനോഹരമായ പുഞ്ചിരിയോടെ വിഘ്നേഷിൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു. ഉണ്ണിമായ, നീ ഈ ലോകത്ത് തനിച്ചല്ല. ഇനിയുള്ള കാലം കൂട്ടായി നിനക്ക് ഞാനുണ്ട്. അവളുടെ കവിളുകൾ കൈക്കുമ്പിളിലെടുത്ത് ചുവന്ന സീമന്തരേഖയിൽ നോക്കി നിറഞ്ഞ മിഴിയോടെ അവൻ പറഞ്ഞു. പുലർക്കാല സൂര്യരശ്മികൾ ജനാലയുടെ കർട്ടൻ വഴി എത്തി നോക്കാൻ തുടങ്ങി. വെളിച്ചം വിഘ്നേഷിൻ്റെ മിഴിയിൽ തൊട്ടതും ആദ്യം കണ്ണു തുറന്നത് അവനായിരുന്നു. തൊട്ടുമാറി ചുരുണ്ടു കിടന്നവൾ ഇപ്പോൾ കിടക്കുന്നത് അവൻ്റെ നെഞ്ചോട് ചേർന്നായിരുന്നു. അത് കണ്ടതും ഒരു വൈദ്യുത പ്രവാഹം അതിവേഗത്തിൽ അവൻ്റെ സിരകളിലൂടെ പ്രവഹിച്ചു. തൻ്റെ കഴുത്തിൽ അവൾ വെച്ച കൈകൾ അടർത്തി മാറ്റി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ മനസ്സ് ഉദ്ദേശിച്ചെങ്കിലും മനോഹരമായ ആ നിദ്രയെ നശിപ്പിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കറങ്ങുന്ന ഫാനിൻ്റെ കാറ്റിൽ അവളുടെ മുഖത്തിലൂടെ ഊർന്നു അവൻ്റെ മുഖത്തേക്ക് പാറി വരുന്ന മുടിയിഴകൾ പതിയെ വകഞ്ഞു മാറ്റി വിഘ്നേഷ് അവളുടെ ചെവിയുടെ പിറകിൽ ഒതുക്കി വെച്ചു. ഇന്നലെ തോന്നിയൊരു ധൈര്യത്തിൽ ടോണിയുടെ ഐഡിയ ഒന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചതാ. അതിവിടെ വരെ എത്തി. ഒരു ദീർഘശ്വാസം വലിച്ചു അവൻ നേരെ കിടന്നതും അവളുടെ കൺപോളകൾ ചുരുളാനും പോളകൾക്കുള്ളിൽ കൃഷ്ണമണി സഞ്ചരിക്കുന്നതും കണ്ടത് അവനൊന്ന് വിളറി. മനസ്സിൽ തുളുമ്പി തുടങ്ങിയ സ്നേഹത്തിൻ്റെ പ്രതീകമായി അവളുടെ ഇടുപ്പിൽ അവൻ വെച്ച കൈകൾ ആദ്യം തന്നെ എടുത്തു മാറ്റി. അവൾ കണ്ണു തുറന്നതും വേഗത്തിൽ അവൻ കണ്ണുകൾ അടച്ചു. വിഘ്നേഷിൻ്റെ നെഞ്ചിലെ ചെറു രോമങ്ങൾ അവളുടെ അധരങ്ങളെയും കവിളിനെയും തൊടുന്നത് അറിഞ്ഞതും ഉണ്ണിമായ ചാടി എഴുന്നേറ്റു. താൻ കിടന്നിരുന്നത് വിഘ്നേഷിൻ്റെ നെഞ്ചിലാണെന്ന് മനസ്സിലായതും വല്ലാത്തൊരു ജാള്യത അവളെ ഒന്നാകെ മൂടി. ആദ്യം എഴുന്നേറ്റത് വിഘ്നേഷ് ആയിരുന്നെങ്കിൽ താനീ കിടക്കുന്ന കാഴ്ച കാണുമായിരുന്നില്ലേ എന്നോർക്കെ അവൾ ആകെ അങ്കലാപ്പിലായി. തലമുടിയും നെറ്റിയും തലോടി അവൾ എഴുന്നേറ്റു നിന്നു. എളിയിൽ കൈകുത്തി കുനിഞ്ഞു നിന്നും നിവർന്നും അവൾ ഭിത്തിയിൽ ചാരി. ഉറങ്ങിപ്പോവില്ലെന്ന് ഉറപ്പിച്ചതാ കൈവിട്ടു പോയല്ലോ. അവൾ പതിഞ്ഞ സ്വരത്തിൽ മേലേക്ക് നോക്കി സ്വയം പറഞ്ഞു. തുടരും. ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് ഉണ്ടാവട്ടെ. അങ്ങനെയല്ലേ അവരുടെ ജീവിതം ഒന്നാക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് കരുതുന്ന ചോദ്യമാണ്, ഉണ്ണിമായ പോലെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ലൈഫ് ജീവിച്ച ആളുകൾ ഉണ്ടാവില്ലേ? ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവുമോ? ഇതേതായാലും 2098 ആ കാലഘട്ടത്തിലെ ഒരു കഥയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ജീവിക്കുന്നവരുണ്ടാവുമോ? ഉണ്ണിമായ പോലെ അറിയാതെ ജീവിതം കൈവിട്ട് പോയി കഷ്ടപ്പെട്ട് ജീവിതത്തെ ഒരു നേർരേഖയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ടാവുമോ? ഉണ്ടെങ്കിലൊന്ന് ഉണ്ടാവാം, ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. എല്ലാവരോടും സ്നേഹം, നന്ദി.